ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് ഇന്ന് ചേരും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള അടുത്ത നടപടി ചർച്ച ചെയ്യാനാണ് ക്യാബിനറ്റ് ചേരുന്നത്. രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. പാകിസ്ഥാനെതിരെ നയപരമായ നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടേക്കും. ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും, ഒപ്പം തന്നെ ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നും ചേരും. ആദ്യം നമ്മൾ ആർ അച്യുതനിലേക്കാണ് പോകുന്നത്. അച്യുതൻ, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ത്യ സമാധാനത്തിലേക്ക് ഉണരുന്ന ദിവസങ്ങളാണ് വരുന്നത്. ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് യോഗം, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. നിർണായകമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടേക്കും. ഒപ്പം തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനെയൊക്കെ നേരിടേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാബിനറ്റ് യോഗത്തിന്റെ അജണ്ട എന്താണ്? ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. എന്തായാലും ഈ പഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം ചേരുന്ന ആദ്യ മന്ത്രിസഭ സുരക്ഷാ സമിതിയുടെ യോഗമാണ് ഇന്ന് 11 മണിക്ക് നടക്കാനിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരിക്കും യോഗം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായിട്ടും ഈ ഭീകരവാദത്തിനെതിരെ, അതിൽ പാകിസ്ഥാനെതിരെ സ്വീകരിക്കേണ്ട നയം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചനകൾ നടക്കുന്ന ഒരു മന്ത്രിസഭാ യോഗമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ തന്നെ രാജ്യം പാകിസ്ഥാനെതിരെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ന നിലയിൽ ഒരുപാട് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യാപാര ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച തരത്തിലാണ് രാജ്യം ഇതിനെതിരെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കുന്ന കാലത്തോളം അത്രയും ഈ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ച നടപടി അത് തുടരുക തന്നെ ചെയ്യും. ആ ഒരു നയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അതായത് നിലവിലിപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ അതിർത്തിയിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ തന്നെ ഈ ഒരു ഘട്ടത്തിൽ അവരുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ DGMO ഇന്ത്യയുടെ DGMA വിളിച്ച് അഭ്യർത്ഥിക്കുകയായിരുന്നു. ആ തരത്തിലാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. എന്നാൽ മറ്റു തരത്തിൽ, അതായത് നയതന്ത്രപരമായി ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ, അതിലൊന്നും മാറ്റമില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ എന്താണ് ഇനി ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നയങ്ങൾ എന്ന കാര്യത്തിൽ വ്യക്തമാക്കും. ഒപ്പം തന്നെ ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട രാജ്യത്തിനകത്ത് വരുത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഒരു ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷം എന്തായാലും ഒരു മീഡിയ ബ്രീഫിംഗ് കാണും. ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ആ ഘട്ടത്തിൽ എന്താണ് ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ, അത് എങ്ങനെയാണ് ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിസഭാ യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ആ ഘട്ടത്തിലായിരിക്കും വരിക. എന്തായാലും 11 മണിക്ക് ചേരുന്ന ഈ ഒരു മന്ത്രിസഭാ സുരക്ഷാ സമിതിയുടെ യോഗം അത് ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേരുന്ന ആദ്യ യോഗം കൂടിയാണ്. പ്രവിത, കൃഷ്ണ. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ബൽറാം നെടുങ്ങാടിയിലേക്ക് പോവുകയാണ്. ബൽറാം ശ്രീനഗറിൽ നിന്നാണ് ചേരുന്നത്. ബൽറാം, ഇന്നലെ കശ്മീരിൽ ഭീകരരുമായി സൈന്യം ഏറ്റുമുട്ടിയിരുന്നു. നിലവിൽ അവിടുത്തെ സ്ഥിതിഗതി എങ്ങനെയാണ്? ശാന്തമാണോ കശ്മീർ? ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. നിലവിൽ ജമ്മു കശ്മീർ ശാന്തമാണ്. മറ്റ് യാതൊരു തരത്തിലുള്ള വെടിശബ്ദങ്ങൾ അതിർത്തിയിലെയോ അല്ലെങ്കിൽ നഗരമേഖലകളിലെ ആകാശത്തോ ഇല്ല. തീർത്തും ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് ഏതാണ്ട് പൂർണ്ണമായും തന്നെ കടന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇന്നലെ മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഈ പ്രധാനമായും ശ്രീനഗർ ഉൾപ്പെടുന്ന മേഖലയിൽ സാധാരണ രീതിയിലേക്ക് തന്നെ ജനജീവിതം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം അതിർത്തിയിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. ഏറ്റവും ശ്രദ്ധേയമായ നടപടി എന്നുള്ളത് അതിർത്തിയിൽ നിന്നും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തെ ഭയന്ന് വിട്ടുപോയ ആളുകളിൽ വലിയൊരു പങ്കും തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏതാണ്ട് 50% പേർ അതിർത്തി മേഖലയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും നഷ്ടപരിഹാര വിതരണം അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനമായും ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള
ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രാദേശിക ഭീകരരുടെ സാന്നിധ്യം ഉള്ള ഈ പുൽവാമ, അനന്ത്നാഗ്, ഷോപ്പിയാൻ അടക്കമുള്ള ഇടങ്ങളിൽ പതിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റർ പതിച്ചതിന്റെ ഭാഗമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഏറ്റുമുട്ടൽ ഷോപ്പിയാനിലുണ്ടായത്. കെല്ലർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു. അതിൽ കൊല്ലപ്പെട്ട 2 പേരും പ്രാദേശിക ഭീകരവാദികൾ തന്നെയാണ് എന്ന് ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. മൂന്നാമനെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാമത് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്നാമനും ഇയാളും പ്രാദേശിക ഭീകരൻ തന്നെയാണ് എന്നാണ് സ്ഥിരീകരണമായിരിക്കുന്നത്. നേരത്തെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരനാണ് എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയം ഉയർന്നത്. ഹാരിസ് നസീർ എന്ന പുൽവാമ സ്വദേശിയാണ് ഈ മൂന്നാമനെന്നും നേരത്തെ ഈ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഭീകരൻ ലഷ്കർ കമാൻഡർ കൂടിയായ ഷാഹിദ് അഹമ്മദ് കൂട്ടെ റിക്രൂട്ട് ചെയ്ത ഭീകരവാദിയാണ് ഈ ഹാരിസ് നസീർ എന്നുമുള്ള സ്ഥിരീകരണമായിട്ടുണ്ട്. 2024 ഏപ്രിലിൽ നടന്ന ഡാനിഷ് റിസോർട്ട് ആക്രമണ കേസിൽ ഇയാളോടൊപ്പം കൂട്ടയോടൊപ്പം ഈ ഹാരിസ് നസീറും പങ്കെടുത്തിരുന്നു എന്ന വിവരമാണ് സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മേഖലയിൽ എന്നാൽ പാക് ഭീകരവാദികളുണ്ട് എന്നായിരുന്നു സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഈ വനമേഖല എന്നുള്ളത് പഹൽഗാം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയാൽ ബന്ധിപ്പിക്കപ്പെട്ട പ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഭീകരവാദികൾക്ക് വേണ്ടി. ഭീകരവാദികളുടെ നിരവധി ഒളിത്താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പ്രവിത ക്രിസ്റ്റീന.